ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്കും സാബുമാനുമാണ്. അങ്ങനെ അവരെ ജയിലടയ്ക്കാൻ വേണ്ടി ഷാനവാസ്, അനിമോള്, അനീഷ് എല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ അനിമോള് ജയിലിൻ്റെ ചാവി അനീഷേട്ടൻ്റെ കൊടുത്തിട്ട് നൂറടുത്ത് പറയുന്നുണ്ട്, ഇത് പിന്നെ അനീഷേട്ടൻ്റെ ജയിലാണ് കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നത് ഞാൻ തുറക്കാം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് തുറക്കാനെന്നും പറഞ്ഞ്. അപ്പോൾ അനീഷ് കൊടുക്കുന്നു. അങ്ങനെ അനീഷ് ഇവരെ തുറന്ന് കയറ്റിയിട്ട് പൂട്ടുമ്പോൾ ഷാനവാസ് അനീഷിൻ്റെ തോളെ കൈയിട്ടിട്ട് സാബുമോനോട് പറയുകയാണ്, നിൻ്റെ നേരെയാണ് ക്യാമറ, വളരെ ദുഃഖിച്ചിരുന്നു, അപ്പോൾ കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടും. അപ്പം അനീഷും പറയുന്നുണ്ട്, അതെ, വളരെ ശോകത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും നിനക്ക് ക്യാമറ സ്പേസ് കിട്ടുമെന്ന് പറയുന്നു. എന്നിട്ട് നൂറ പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ജയിലിലടച്ചത്? അപ്പോൾ ഷാനവാസ് പറയുന്നു, നീ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നിന്നെ ജയിലിലടച്ചത്. സാബുമോനെ നീ തെറ്റ് ചെയ്താ? പറഞ്ഞു, ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സാബുമോനോട് പറയണത്, നിന്നെ അനിമോളാണ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യാൻ കുറ്റം പറഞ്ഞത്, 1.5 മിനിറ്റാണ് നിന്നെ പറഞ്ഞതെന്ന്. അപ്പോൾ അനിമോൾ പറയണം, ഇനിയിപ്പോൾ എൻ്റെ തലയിലോട്ട് വെച്ചോ, ഷാനവാസ്ക എത്ര പ്രാവശ്യമാണ് അനീഷേട്ടൻ ഉറ്റ സുഹൃത്തായിട്ട് അനീഷേട്ടനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? അതെ, ഞാൻ നോമിനേറ്റ് ചെയ്യും, ഇനിയും നോമിനേറ്റ് ചെയ്യും നോമിനേഷൻ ഉണ്ടെങ്കിലെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അങ്ങനെ ആദിലയും നൂറയും ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.